സ്പാനിഷ് ലീഗിൽ വിജയം തുടർന്ന് ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ് ഇന്ന് എവേ മത്സരത്തിൽ റയൽ സോസിഡാഡിനെയാണ് റയൽ പരാജയപ്പെടുത്തിയത്. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു റയൽ മാഡ്രിഡിന്റെ വിജയം. 2 ഗോളുകളും പെനാൽറ്റിയിൽ നിന്നായിരുന്നു. ഗോൾ രഹിതമായിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതി. സോസിഡാഡ് കീപ്പർ അലക്സിന്റെ സേവുകൾ റയലിനെ ഗോളിൽ നിന്ന് അകറ്റി. അതേസമയം റയൽ സോസിഡാഡിന്റെ 2 ശ്രമങ്ങൾ ക്രോസ് ബാറിലും ഒരു തവണ പോസ്റ്റിലും തട്ടിമടങ്ങി. 58-ാം മിനിറ്റിൽ ഹാൻഡ്ബോളിനെ തുടർന്ന് ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച വിനീഷ്യസ് ജൂനിയർ റയലിന് ആദ്യ ലീഡ് നൽകി. മത്സരം പുരോഗമിക്കവേ 75-ാം മിനിറ്റിൽ വിനീഷ്യസിനെ ഫൗൾ ചെയ്തതിന് ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച സൂപ്പർ താരം കിലിയൻ എംബാപ്പെ റയലിന്റെ വിജയം ഉറപ്പാക്കി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വരുമ്പോൾ 53% ബോൾ പൊസിഷൻ റയൽ മാഡ്രിഡിനായിരുന്നു. 16 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് ആകെ തൊടുത്തത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ്. 494 പാസുകൾ 88% കൃത്യതയോടെ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി. 11 ഷോട്ടുകളാണ് സോസിഡാഡ് തൊടുത്തത്. 2 ഷോട്ട് ഓൺ ടാർഗറ്റ്. ജയത്തോടെ റയൽ മാഡ്രിഡ് 5 കളികളിൽ നിന്ന് 11 പോയിന്റോടെ 2ാം സ്ഥാനത്തെത്തി. സീസണിലെ 3ാം തോൽവി ഏറ്റുവാങ്ങിയ സോസിഡാഡ് 4 പോയിന്റുമായി 16ാം സ്ഥാനത്താണ്. സെപ്റ്റംബർ 22-ന് എസ്പാനിയോളിനെതിരായാണ് ലാലിഗയിൽ റയൽ മാഡ്രിഡിന്റെ അടുത്ത മത്സരം. അതിനു മുമ്പ് റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മത്സരത്തിൽ സ്റ്റുഗറ്റിനെ നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.